ലെറ്റ്സ് കണ്ടിട്ടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏതാണ് ഏറ്റവും മികച്ച ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലാണ് ജോലി കിട്ടുക? ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി കിട്ടുക? എന്തൊക്കെയാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അവിടെ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും അല്ലെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ആണ്. കോഴ്സുകൾ ഇല്ലാത്ത കോഴ്സുകളില്ല. ഇപ്പോൾ IT കോഴ്സുകൾ, ജാവ, അതുപോലെ അല്ലാണ്ട് ഇപ്പോൾ HR, അതുപോലെ ലോജിസ്റ്റിക്സ്, അങ്ങനെ ഒരു ടൺ കണക്കിന് കോഴ്സുകളാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലായിട്ടുള്ളത്. അതും ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ തന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ചും ഒക്കെ ഇപ്പോൾ നമ്മളോട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി സ്റ്റുഡൻസ് നല്ലതും ചീത്തയുമായ അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാനൊരു 1 ഇയർ ഒരു പ്ലേസ്മെൻറ്റ് ഓഫീസറായിട്ട് ഞാൻ ജോലി നോക്കിയിട്ടുണ്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, കൊച്ചിയിലെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതും പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്ക് ആണ്. അതായത് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോകുന്ന ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നു, ഇങ്ങനെ ഒരു കോഴ്സ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ കോഴ്സിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ആ കോഴ്സിൽ ഇപ്പോൾ ജാവ അല്ലെങ്കിൽ .NET, ഇപ്പോൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് എന്താണ് ഇതിൻ്റെ മാർക്കറ്റ്, ഇതിൻ്റെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങളല്ല, അവർ ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും വിളിക്കത്തുള്ളൂ. ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവുക. എന്താണ് ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈവൻ യൂട്യൂബ് ആയാലും അതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ IT കോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അതിൻ്റെ ബേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിൽ പഠിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് അതൊക്കെയൊക്കെ ഒരു 2-3 വീഡിയോ, ഒരു ബേസിക് സെക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതെനിക്ക് പറ്റുന്ന പരിപാടിയാണോ, ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്ന പരിപാടിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്കൊരു താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആയ സ്ഥിതിക്ക് നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ കോഴ്സിനെ കുറിച്ച് A to Z അറിഞ്ഞിരിക്കുക. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എത്രയാണ്, എവിടെയാണ് ഇതിൻ്റെ ജോലി സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്നതല്ല, നിങ്ങളായിട്ട് മനസ്സിലാക്കുക. നിങ്ങളായിട്ട് ലിങ്ക്ഡിനൊക്കെ ആദ്യമേ എടുത്തു വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുവാണെങ്കിലും അത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു 100 പേരെ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ 2 പേരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പേരോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അത് എന്താണ് കോഴ്സ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഈ കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു കോഴ്സിനും പോയി ചേരാതിരിക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഏതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഇത് എത്ര നാളത്തെ കോഴ്സാണ്, എത്ര നാൾ ഞാനിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, എത്ര നാൾ കൊണ്ട് ഇത് കഴിയും, ഇതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, അതായത് 6 മാസത്തെ കോഴ്സാണെന്ന് പറയും, പണ്ട് 1 വർഷം കഴിഞ്ഞാലും അത് തീരത്തില്ല. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവണം, ഇതിങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ അവിടെ തന്നെ പഠിച്ച് അവർ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡാറ്റാബേസൊക്കെ ഇതൊക്കെ നമ്മുടെ ഇവിടെ പഠിച്ച് ഇതാണെന്നുള്ളത് അവരുമായിട്ടല്ല, അല്ലാതെ നിങ്ങൾ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ തന്നെ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അവരുമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അവരുടെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്തിട്ട് അവരോടൊക്കെ ചോദിക്കുക, എങ്ങനെയുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും കിട്ടുന്നത്. എങ്കിലും ഒരു 6-7 പേരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേനും അതിൽ മെജോറിറ്റി മോശமாக പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോടെ ഒന്ന് കൺസേൺ ആവേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഓൾഡ് സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നാണ് കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടത്തുള്ളൂ. കുറച്ചൊരു സ്റ്റുഡൻസിന് അവർ നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ പഠിച്ച കുട്ടികളാണ്, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ച് നോക്കൂ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ നിൽക്കരുത്. കാരണം അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് പോയി വീഴാതിരിക്കുക. പിന്നെ നമ്മൾ ഏതൊരു കോഴ്സിന് പോകുന്നതിന് മുന്നേ 1-2 ഡെമോ ക്ലാസ്സുകൾ ചോദിക്കുക. എന്നിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിന്ന് കേട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പൈസ അടയ്ക്കുക. അല്ലാതെ ഒരിക്കലും അവർ പറയുന്നതും കേട്ട് പോയി പൈസ അടയ്ക്കാതിരിക്കുക. 1-2 അല്ലെങ്കിൽ ഈവൻ ഒരാഴ്ച പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ എന്നിട്ട് കൺഫേം ചെയ്യുക എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ, അങ്ങനെയായെങ്കിൽ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ കുറഞ്ഞതൊരു ഡെമോ ക്ലാസ് എങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം.
എങ്കിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ്, ആരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാൻ മടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കുന്നത് ആരാണ്. ഇപ്പോൾ ഈ കൊച്ചിയിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് IT, ജാവ, .NET, അതുപോലെ തന്നെ റിയാക്ട്, ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, പൈത്തൺ, ഇതൊക്കെ ഒത്തിരി കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ല മിക്ക ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കുന്നത്. മിക്കയിലും പഠിപ്പിക്കുന്നത് അവിടെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾ, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ഇവരൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ കോർപ്പറേറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അവർക്ക് ജസ്റ്റ് ആ പഠിച്ചിറങ്ങിയ നോളജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ആയിട്ട് ചോദിക്കുക, ആരാണ് ഈ കോഴ്സ് ഇവിടെ എടുക്കുന്നത്, എന്താണ് ഈ ഒരു ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ മിക്കവരും സ്കിപ്പ് ചെയ്യാനാണ് ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. എത്ര വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഒരു മടിയും വിചാരിക്കേണ്ട, അത് കറക്റ്റായിട്ട് ചോദിക്കുക. എന്നിട്ട് അവരത് പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയണമല്ലോ, അത് വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം വരുന്നൊരു കേസാണ് ഈ ഫീസിൻ്റെ ഒക്കെ ഒരു കേസ് വരുന്നത്. അതായത് ആദ്യം കുറച്ച് പൈസ കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, പിന്നെ ആ പൈസ അവർ തിരിച്ച് തരുന്നില്ല, കുറച്ച് പൈസ പിടിച്ചിട്ടേ തരത്തുള്ളൂ. അപ്പോൾ ഈ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫീസ് കൊടുക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിന് റീഫണ്ട് ഉണ്ടോ, അതെയോ റീഫണ്ട് ഇല്ലേ, ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ EMI ആയിട്ടാണ് കൊടുക്കാൻ, ഏതൊക്കെ ഇൻ്റർവെല്ലിൽ എത്രയൊക്കെ പൈസയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചോദിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിനാണ്. അതായത് നിങ്ങൾ കുറച്ച് നാൾ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ കോഴ്സ് നിർത്തി, പിന്നെ റീഫണ്ട് തരത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഒരു കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം കയറുക. കാരണം കയറി കഴിഞ്ഞ് പിന്നെ പൈസ വൺസ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക്കാണ്. അതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അത് ടാസ്ക്കാണ്. അപ്പോൾ വൺസ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ, സ്റ്റുഡൻസ് ആയാലും ശരി പേരൻസ് ആയാലും ശരി, ഏറ്റവും കൂടുതൽ പുറകെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, കോളേജ് ആവട്ടെ, എല്ലാവരുടെയും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്, ഇപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ഒക്കെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കോഴ്സ് കഴിയുന്നതോടുകൂടി ഇവർ നമുക്ക് ജോലി കൊണ്ടുതരും, പിന്നെ നമ്മൾ അതങ്ങ് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് വരും, അതിലേതെങ്കിലും കിട്ടും, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ്. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ഇൻ്റർവ്യൂസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ അതിന് പ്ലേസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് വേണം. പിന്നെ അവർ തരുന്ന ഇൻ്റർവ്യൂസ് ഏത് കമ്പനിയിലെ ഇൻ്റർവ്യൂസൊക്കെയാണ് തരുന്നത്. കാരണം ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ചുമ്മാ ഇൻറ്റേൺഷിപ്പൊക്കെ കൊടുക്കും, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുത്തിട്ട് 2-3 മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ശമ്പളം പോലും ഉണ്ടാവില്ല. ഈവൻ ഇനീഷ്യലി ആദ്യത്തെ ഒരു നല്ലൊരു 5,000 രൂപ 4,000 രൂപയ്ക്കൊക്കെ ആദ്യമേ കയറാനൊക്കെ പറയുന്നൊരിതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കുക, ഏത് കമ്പനിയിലൊക്കെയാണ് ഒരു പ്ലേസ് ചെയ്തേക്കുന്നത്, ആ ഡാറ്റ നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കുക. പിന്നെ ഈ പ്ലേസ്മെൻറ്റിനെ അധികം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ലേണിങ്ങിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിൽ നിങ്ങൾ ബെറ്റർ ആവുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവും. ഇവനിപ്പോൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ ഒന്നും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ ലിങ്ക്ഡിൻ, നൗക്കറിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബൈ ടൈം നിങ്ങൾക്ക് ജോലി കിട്ടും. അതിനിപ്പോൾ അവരുടെ സപ്പോർട്ട് വേണമെന്നില്ല. ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. അപ്പോൾ ഒരിക്കലും ഒരു പ്ലേസ്മെൻറ്റ് മാത്രം നോക്കി ഒരു ഫേമിലോട്ട് പോകുന്നതിനോട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഈ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റയിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ എല്ലാം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്ത ആളും ആവട്ടെ, നിങ്ങളിപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ആരാവട്ടെ, നിങ്ങൾ വന്നോ ഞങ്ങൾ കോഴ്സ് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയൊന്നും അല്ല, നിങ്ങളിത് പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. ഇപ്പോൾ അതായത് ഈ കോഴ്സ് ചെയ്ത ആൾ ചെയ്യുന്ന ജോലിക്ക് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ആൾക്കാരാണോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ +2 കഴിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞത്, ഇപ്പോൾ +2 കഴിഞ്ഞ ഒത്തിരി ആൾക്കാർ, അല്ലെങ്കിൽ 10 കഴിഞ്ഞ ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ വന്നു ഈ കോഴ്സ് ചെയ്തോളാൻ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ നിങ്ങളൊരു കോഴ്സ് ചെയ്തു എന്നുള്ളത്, ഞാനിപ്പോൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും. ഓക്കെ ഇനിയാൾ നിങ്ങൾ ഇത് കഴിഞ്ഞു ഈ കോഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊരിക്കലും വേറൊരു കമ്പനി അംഗീകരിക്കണം, അല്ലെങ്കിൽ
അംഗീകരിച്ച് കൊള്ളണമെന്നില്ല. കാരണം ഏതൊരു MNC എടുത്തു കഴിഞ്ഞാലും അവർ ബേസിക് ഒരു ഡിഗ്രി വേണം. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളോട് പറയണമെന്നില്ല. ഓക്കെ, 10 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് സ്കില്ലുണ്ടായാൽ മതി. പക്ഷേ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് IT കോഴ്സസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷനെങ്കിലും ഉണ്ടെങ്കിലാണ് പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ, കാരണം ഡിപ്ലോമ കഴിഞ്ഞതും +2 കഴിഞ്ഞതും ഒത്തിരി പേര് നടക്കുന്നുണ്ട്. പക്ഷേ സ്ട്രഗ്ലിംഗ് ആണ് ഇനീഷ്യൽ പീരീഡ്. നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അത്രമേൽ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിലും കമ്പനീസിലൊക്കെ കയറി ഗ്രോ ചെയ്ത് വരാവുന്നതാണ്. ബട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സ് എടുത്താലും, ഇപ്പോൾ ഞാൻ IT സെക്ടർ മാത്രമല്ല, വേറെ ഏത് സെക്ടർ, ഇപ്പോൾ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അന്വേഷിക്കുക ഈ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ, ഈ കോഴ്സ് കൊണ്ടാണോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കോഴ്സിനകത്ത് നമ്മൾ ചെന്ന് കയറാൻ. ഒരിക്കലും അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ വെച്ച് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ചെന്ന് ചാടരുത്. എപ്പോഴും നമുക്കൊരു ഐഡിയ വേണം. നമ്മുടെ ഒരു റിസർച്ച് ചെയ്തതിൻ്റെ ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്, അതായത് നിങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻ്റെ ഒരു അറിവിൽ വെച്ച് ഞാൻ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്ത് കണ്ടേക്കുന്ന ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഞാൻ ഇന്ന് ഇത്രയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റുഡൻസ്, അതായത് കോഴ്സൊക്കെ എടുക്കാൻ പോകുന്നവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അറിയാവുന്ന ആൾക്കാരുമായിട്ട്, അതായത് ഇപ്പോൾ ഈ സെയിം പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ടാക്കി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.